അപ്പം ഈ ചർച്ചകളൊക്കെ തുടങ്ങി ഇങ്ങനെ വാർത്തകളൊക്കെ വരുന്നു. അപ്പോൾ വികാരിച്ചൻ, അവിടുത്തെ വികാരിച്ചൻ വന്നതിനോട്, ഷോണേ നിങ്ങൾ BJP ചേരുവാണെന്ന് ചോദിച്ചു. നിങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ വോട്ട് ഇപ്രാവശ്യം BJPക്കാണ്. ഞാൻ ഞെട്ടിപ്പോയി. അവിടെ നിന്നൂര് മുഴുവൻ ഞെട്ടിപ്പോയി. ഒരു വൈദികനാണ് പറഞ്ഞത്, അതും ഹാർഡ് കോർ സെൻട്രൽ കേരളയിലെ ഏറ്റവും പ്രമുഖമായ ഒരു പള്ളിയിലെ വികാരിച്ചനാണ് പറഞ്ഞത്. ഞാൻ ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരോപണമായി മാറാൻ പാടില്ല. കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരനെതിരെ നടപടിയെടുക്കണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുറ്റക്കാരനല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് അന്വേഷണ സംഘം തെളിയിക്കട്ടെ. PC ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ഏൽപ്പിച്ച് എങ്ങനെയില്ല, അതുപോലെയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുക. കാരണം ഈ ഉദ്യോഗസ്ഥൻ ചെന്ന് സല്യൂട്ട് അടിച്ചിട്ട് വേണ്ടേ അവിടെ അന്വേഷിക്കാൻ. നാളെ പൊതുസമൂഹം എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ പോരാടിയതെന്ന് എന്ന് ജനം അറിയണം എന്നതുകൊണ്ടാണ് ഞാൻ പറ്റുന്നത്. പക്ഷെ അന്ന് SFI എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല. സിന്തറ്റിക് റുട്ടൈൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിക്ക് എന്തിനു വേണ്ടി 135 കോടി രൂപ വിതരണം ചെയ്യേണ്ടി വന്നു. 135 കോടി രൂപ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വിതരണം ചെയ്തു എന്ന് കൃത്യമായ റിപ്പോർട്ടിലുണ്ട്. അതിനെക്കുറിച്ച് ആരും അന്വേഷിച്ചിട്ടില്ല. കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ കർഷകത്തിന്? ഈ 5 ലക്ഷം കോടിയിലേക്ക് അടുക്കുന്നു കേരളത്തിൻ്റെ സാമ്പത്തിക നില. എന്തു ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഒരു മാറ്റത്തിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? ജീവിക്കാനുള്ള സർവൈവലാണല്ലോ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഈ നാട്ടിൽ മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഔദാര്യമില്ലാതെ കേരളത്തിലെ കർഷകന് ഇനി രക്ഷയില്ല. ഈ രാജ്യം ഈ മനുഷ്യൻ്റെ കൈകളിലോട് അത്രയും സുരക്ഷിതമായി വേറെ ആരുടെയും കയ്യിൽ ഇരുന്നിട്ടില്ല എന്ന്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന, അതും മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള ഒരു അഴിമതിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോയ ശ്രീ ഷോൺ ജോർജാണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ മലയോര മേഖലയിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവായി മാറിയ PC ജോർജ്, അദ്ദേഹത്തിൻ്റെ മകൻ, എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രവേശനം? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ ഒരിക്കലും രാഷ്ട്രീയക്കാരനാകണം അല്ലെങ്കിൽ ജനപ്രതിയാകുന്ന ജീവിതത്തിൽ വിശ്വസിച്ച ആളല്ല. പക്ഷെ എനിക്ക് പ്രസംഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാൻ ഈ മണിക്കൂറുകൾ പപ്പ സാധാരണ ഇരാറ്റുപേട്ടയിലൊക്കെ യോഗത്തിൽ 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ഞാനപ്പോൾ പോയി നോക്കി നിൽക്കും. പക്ഷേ എനിക്കിതുവരെ 2 മിനിറ്റ് തയ്ക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയല്ല. അപ്പം അതിനുശേഷം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊരു ഡിബേറ്റ് നടന്നത് 1997 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 50 വർഷം ആഘോഷിക്കുന്ന സമയമാണ്. പിന്നെ ഇന്ത്യ സ്വതന്ത്രമാണോ അല്ലയോ? അപ്പോൾ ഞാൻ അതിനകത്ത് ഡിബേറ്റിൽ ഒരു വശത്തായിരുന്നു. ഞാൻ അവിടെ കയറി സ്റ്റേജിൽ മൈക്കിന് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും PC ജോർജിൻ്റെ മകൻ ഒരു വാഗ്മിയാകും എന്നൊരു ചിന്താഗതിയിലായിരിക്കും സാർ എന്നെ ഒരു ഗ്രൂപ്പിലെടുത്തിട്ടത്. ഞാൻ ആ സ്റ്റേജിൽ പോയി നിന്നു, മൈക്ക് കണ്ടു, വിറയ്ക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് ഞാൻ അവിടെ പറഞ്ഞതെന്ന് അറിയത്തില്ല. അപ്പോൾ സാർ കഴിഞ്ഞിറങ്ങിയപ്പം ചേട്ടാ PC ജോർജിൻ്റെ മകൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പുള്ളിക്ക് വരെ നാണക്കേടായി പോയി. അന്ന് പോലെ എനിക്ക് വാശിയായിരുന്നു ഒരു പ്രസംഗിക്കാൻ പഠിക്കണം. അപ്പോഴും പൊതുപ്രവർത്തനം എന്നല്ല, പ്രസംഗിക്കാൻ പഠിക്കണം എന്നൊരു വലിയ വാശിയാണ്. പിന്നെ ഒരു ദിവസം ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായി. അപ്പോഴും എനിക്ക് ഈ മൈക്ക് പേടിയാന്നുള്ള ആർക്കും അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ സജീവ രാഷ്ട്രീയത്തിലുണ്ട്, സമരത്തിനുണ്ട്, ബഹളത്തിനുണ്ട്, എല്ലാത്തിനും ഞാനുണ്ട്. പക്ഷേ ഞാൻ മൈക്കിന് മുമ്പിൽ വരില്ലെന്ന് എൻ്റെ രഹസ്യമായിരുന്നു. അപ്പോൾ വൈദ്യുതി സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ പാലാ സബ് ജയിലിൽ 3 ദിവസം റിമാൻഡിൽ പോയി. റിമാൻഡ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഒരു 19ഓളം വണ്ടിയും 100-200 ആളുകൾ ഞങ്ങളെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. ഞങ്ങളെ 4 പേരുണ്ടായിരുന്നു ഞങ്ങൾ അറസ്റ്റഡായത്. 4 പേരെയും മാലയിട്ട് സ്വീകരിച്ചു. തുറന്ന വണ്ടിയിൽ കയറി ഇങ്ങ് പോരുകയാണ്. അപ്പോൾ എനിക്ക് സന്തോഷം, കുഴപ്പമൊന്നുമില്ല. കൈയൊക്കെ പൊക്കി കാണിച്ച് ഞാൻ വന്നു. ഇരാറ്റുപേട്ട നേരെ വരുമ്പം കാണുന്നതെന്ന് പറയുന്നത് അവിടെ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു, ഞങ്ങളെ സ്വീകരണത്തിനുള്ളത്. ആ മീറ്റിംഗ് സ്ഥലത്തോട്ട് കൊണ്ട് ഇറക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ട് പോലുമില്ല, ഞാൻ ഇനി പ്രസംഗിക്കേണ്ടി വരും എന്നാണേലും. അങ്ങനെ അന്ന് ഒരു ആക്സിഡൻ്റലി ഒരു 4-5 മിനിറ്റ് ഞാൻ എങ്ങനെയൊക്കെയോ പ്രസംഗിച്ചു. അപ്പോൾ എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് കിട്ടി. ഇപ്പം ഞാനത് ഓർക്കുന്നു. ഞാനന്ന് പ്രസംഗിച്ചത് വളരെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ വളരെ ഇതായിരുന്നെങ്കിൽ പോലും ആളുകൾ എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അവിടെ നിന്ന് എനിക്ക് കോൺഫിഡൻസ് കിട്ടി തുടങ്ങി. ഇപ്പം മൈക്ക് കിട്ടിയാൽ നിർത്താൻ അറിയത്തില്ലാത്ത പരുവത്തിലേക്കായി. ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് വന്ന് സമരങ്ങളിലൊക്കെ പങ്കെടുത്തു. അപ്പോൾ വ്യക്തിപരമായിട്ട് താല്പര്യം, ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം ഇല്ലായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ കൃഷിയാണ്, ഈ കർഷക മേഖലയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് കൃഷിയുമായിട്ടുള്ള ബന്ധം ഒക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ അടിസ്ഥാനപരമായ റബ്ബർ കർഷകരാണ്. ഇത് ഞങ്ങൾക്ക് ഇരിക്കുന്ന എൻ്റെ തറവാടാണ്. ഈ തറവാടിൻ്റെ മുകളിൽ കാണുന്ന ഈ തട്ട് മുഴുവൻ റബ്ബർ ഷീറ്റ് അടുക്കി വെക്കുന്നതാണ്. ഞങ്ങളാണ്
എൻ്റെ അപ്പൻ്റെ അനിയനാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് റബ്ബർ ഷീറ്റ് ഉണക്കാനിടുക, ഇത് തിരിച്ചിറക്കുക, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയിൽ പെടുന്നു. പണിക്കാരുണ്ട് കൂടെ, ഞങ്ങളുടെ ജോലിയിൽ. അപ്പോൾ കുഞ്ഞിലേ മുതൽ വല്യപ്പനുള്ള കാലം മുതലേ റബ്ബറുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. പക്ഷേ റബ്ബർ എന്ന് പറയുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ റബ്ബർ കൃഷിയിൽ നിന്ന് ഞങ്ങളെല്ലാം മാറി. ഇപ്പോൾ എൻ്റെ പറമ്പിൽ ഞാൻ കൂടുതൽ മലയിഞ്ചിയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. കാപ്പിയുണ്ട് എനിക്ക്. ഇപ്പോൾ ഈ വർഷം കുറച്ച് പ്ലാന്റിംഗ് ഉണ്ട്. ഞാൻ കൂടുതൽ ഫ്രൂട്ട് പ്ലാന്റ്സിലേക്ക് ഞാൻ ഇന്ത്യയുടെ ഒരു ഫ്രൂട്ട് വില്ലേജ് ആക്കി മധ്യ കേരളത്തെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങളൊരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഞങ്ങൾ സെൻട്രൽ ട്രാവൻകൂർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു FPO സ്റ്റാർട്ട് ചെയ്തു. നമ്മളതിൻ്റെ രൂപീകരണത്തിൻ്റെ പരിപാടിയിലാണ്. ഞാൻ വൈസ് ചെയർമാനായിട്ടുള്ള മീനച്ചി ഈസ്റ്റ് ബാങ്കാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. തമിഴ്നാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നബാർഡിൻ്റെ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഫ്രൂട്ട്സ്, പ്രത്യേകിച്ചും അടൂര് മുതൽ മൂവാറ്റുപുഴയുള്ള വരെയുള്ള മധ്യ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് വളർത്താൻ അനുകൂലമായ ക്ലൈമറ്റുള്ള, ഏറെക്കുറെ ഒരു 6-8 മാസത്തോളം മഴയും കൃത്യമായ വെയിലുമൊക്കെയുള്ള, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തോട് ചിലപ്പോൾ ഹെക്റ്റിക്കായിട്ട് ചൂടുണ്ട്, തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ശരിക്കും നമ്മളെ വിളിക്കുന്നത് അത് നമ്മുടെ കാലാവസ്ഥയും മണ്ണും കാരണമാണ്. ആ മണ്ണ് നമുക്ക് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫ്രൂട്ട്സ് വിപ്ലവം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ തന്നെ പ്രാഥമികമായി 300 കർഷകരെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി എല്ലാ മേഖലയിലും ഫ്രൂട്ട് കൃഷിയിലേക്ക്, ഇപ്പോൾ റബ്ബർ എല്ലാവരും മുഴുവനായി റബ്ബർ വെട്ടിമാറ്റണമെന്നല്ല, റബ്ബറിനും ഒരു ആവറേജ് വിലയെ നമുക്കിനി പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ആഗോള മാർക്കറ്റിൽ റബ്ബറിന് വില കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുട്ടികൾ പലായനം ചെയ്യുന്നു. അവർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഇല്ല. അപ്പം ഒരു 2 ഏക്കർ കർഷകന്, 2 ഏക്കർ വസ്തുവുള്ള ഒരു കർഷകനെ ഇസ്രായേലിൽ അവൻ എക്സ്പോർട്ട് ചെയ്യണം. അവൻ്റെ മിച്ചം പിടിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അതും നമ്മുടെ 4-1 കാലാവസ്ഥയില്ലാത്ത, നമ്മുടെ 10-1 മഴയില്ലാത്ത മരുഭൂമിയിൽ നിന്നും 2 ഏക്കർ വസ്തുവുള്ള 2 ഏക്കർ വസ്തുവുള്ള ഒരു ഇസ്രായേൽക്കാരൻ 10-12 ലക്ഷം രൂപ ഒരു ഏക്കറിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജികൾ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി. ഞാൻ ഇന്നിപ്പോൾ BJPയുടെ ഭാഗമാണ്. എനിക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് ഈ കാർഷിക മേഖലയിൽ. തിരിച്ചും കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഒത്തിരി സ്കീമുകളുണ്ട്. നമുക്ക് അറിയാൻ മേലാത്ത ഒത്തിരി സ്കീമുകൾ കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സ്വപ്നം അതാണ്. എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഫ്രൂട്ട് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന പേര് കേരളത്തിനുണ്ടാകണം. ഇന്ത്യക്ക് മുഴുവൻ ആവശ്യമുള്ള, നമുക്ക് ലോകത്തേക്ക് മുഴുവൻ കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ഫ്രൂട്ട്സ് കേരളത്തിൽ നിന്നും, അത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ബെൽറ്റ് മൂവാറ്റുപുഴ ടു അടൂർ പുനലൂർ വരെയുള്ള പ്രദേശത്തെ ആ ബെൽറ്റിൽ നിന്നും നമ്മളൊരു ഫ്രൂട്ട് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന പേരുണ്ടാകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പഠനം, അതിനൊപ്പം തന്നെ പ്രണയം. കേരളത്തിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായ ജഗതിച്ചേട്ടൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചത്. ഞാൻ 10ാം ക്ലാസ് വരെ, ഞാൻ 7ാം ക്ലാസ് വരെ ഭരണങ്ങാനം അൽഫോൻസ റെസിഡൻഷ്യൽ സ്കൂൾ ICSE സിലബസിലാണ് പഠിച്ചത്. എൻ്റെ പഠനത്തിൻ്റെ മികവ് കൊണ്ട് അവിടുന്ന് ഞാൻ പാല സെൻറ്റ് വിൻസെൻറ്റിലേക്ക് പോയി. സെൻറ്റ് വിൻസെൻറ്റിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. SLC ആണ്. SLC എൻ്റെ പഠനത്തിൻ്റെ നിലവാരം അനുസരിച്ച് ICSE താങ്ങലായിരുന്നു. അതുകൊണ്ട് SSLC വന്നു. 10ാം ക്ലാസ് അവിടുന്ന് പാസ്സായതിനു ശേഷം ഞാൻ മാർവാനസ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. പ്രീ ഡിഗ്രി ഏറ്റവും ലാസ്റ്റ് പ്രീ ഡിഗ്രിയുടെ അവസാനത്തെ ബാച്ച്, എൻ്റെ ബാച്ചും കൊണ്ട് പ്രീ ഡിഗ്രി അവസാനിച്ചു. കഴിഞ്ഞ് +2 ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ബാച്ച് BDC ആണ് ഞാൻ. അതിനുശേഷം ഞാൻ ലോ അക്കാഡമിയിലായിരുന്നു. ലോ അക്കാഡമിയിൽ 5 ഇയർ കോഴ്സായിരുന്നു പഠിച്ചത്. അതിന് എൻ്റെ 2 വർഷം ജൂനിയറാണ് പാർവതി. ഈ ലോ അക്കാഡമി ഞാൻ ചെല്ലുമ്പം കേരള കോൺഗ്രസ് അത്ര ശക്തമല്ല. ഞാനാണ് ആദ്യമായിട്ട് അവിടെ ഒരു യൂണിയൻ മെമ്പറായി ജയിക്കുന്നത്. ഒരു KSCക്കാരനായ ഒരു യൂണിയൻ മെമ്പർ ഞാൻ ആദ്യമായിട്ട് ജയിച്ചു. ഞാൻ കോളേജിൽ പ്രസംഗമൊക്കെ നടത്തിയപ്പോൾ പ്രസംഗം. അപ്പം ഫസ്റ്റ് ഇയർ ഞാൻ ജയിച്ചു. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ഞങ്ങൾ വീണ്ടും പിടിച്ചു. അപ്പം 2 വർഷമായപ്പോൾ അത്യാവശ്യം പിള്ളേരായി. പിന്നെയുള്ള 3rd ഇയർ ആയിരുന്നു. പിന്നെ ഈ പാർവതിയുടെയൊക്കെ ക്ലാസ്സിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ KSC പിള്ളേരെ കിട്ടിയ ഒരു ബാച്ച് N ബ്ലോക്ക്. ആ ക്ലാസ് മുഴുവൻ ഞാൻ കൂടെയായിരുന്നു. അപ്പോൾ സ്ഥിരമായി ഈ ക്ലാസ് ഞാൻ പോവുകയും ഞാൻ ആ ക്ലാസ്സുമായിട്ട് എൻ്റെ ക്ലാസ്സിനേക്കാൾ കൂടുതൽ ബന്ധം എനിക്ക് അവിടെയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സൗഹൃദമായിരുന്നു. പക്ഷേ എൻ്റെ ശരിക്കും കോളേജ് പ്രണയമൊന്നുമല്ല, കോളേജൊക്കെ കഴിഞ്ഞിട്ടാണ്. കാരണം പലപ്പോഴും നമുക്ക് ഈ കോളേജ് യൂണിയനുകളൊക്കെ ഉള്ളതുകൊണ്ട്, ജഗതി ശ്രീകുമാറിൻ്റെ മകളായതുകൊണ്ടും നമുക്കെപ്പോഴും ഈ ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ, കോളേജ് ഇനാഗുറേഷൻ, ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമുക്ക് സിനിമാ നടന്മാരെ ആവശ്യമായതുകൊണ്ട് ഞാൻ ആ ബന്ധം കാത്തു സൂക്ഷിച്ചു. ആ ബന്ധം കാത്തു സൂക്ഷിച്ചതിൽ നിന്നും ഞങ്ങൾ തമ്മിലൊരു പരസ്പരം സംസാരിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ
മാനസികമായി എടുത്തു. അങ്ങനെയാണ് അത് പ്രണയമായി മാറിയത്. പിന്നെ എല്ലാവരോടും പറഞ്ഞു. വീട്ടുകാർക്കാർക്കും പ്രത്യേകിച്ച് അതിനകത്തൊരു വിരോധമൊന്നും ഉണ്ടായില്ല. അങ്ങനെ കല്യാണത്തിലേക്കായി. ഇപ്പോൾ 17 വർഷമായി, 2 കുട്ടികൾ. മുഖ്യമന്ത്രി ഇടയ്ക്ക് PC ജോർജിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, മതം മാറ്റി, മകൻ മതം മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാധാരണ ഉന്നയിക്കാത്തൊരു ആരോപണമാണ്, മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിരുന്നു. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഞാനതിനെ ശരിവെക്കുകയാണ്. ഞാൻ എൻ്റെ ഭാര്യാപിതാവ് അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കാലം കഴിയും, PC ജോർജും മരിക്കും, ഞാനും മരിക്കും. അതിനുശേഷം എൻ്റെ മരുമകനും അവർക്കുണ്ടാകുന്ന മക്കളുമൊക്കെ മരിക്കുമ്പോൾ അവരെയൊക്കെ അരിയുത്തറപ്പള്ളി കൊണ്ട് അടക്കും. എൻ്റെ മകളെ നിങ്ങൾ എവിടെ അടക്കുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ അവർ തിരുവനന്തപുരത്താണോ ജീവിക്കുന്നത്? അല്ല, ഈരാറ്റുപേട്ടയിലാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗമായി തന്നെ അവിടെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ അത് അങ്ങനെ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷമാണല്ലോ. അത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് 25 വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. എനിക്കതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ തുറന്ന സമയം, ഞാനത് രാഹുൽ ഈശ്വറിൻ്റെ ഇൻ്റർവ്യൂവിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ എനിക്ക് ഏറ്റവും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമാണ്. ഒരിക്കലും പാടില്ലാത്തൊരു കാര്യം. അവൾ എന്നെയല്ല സ്നേഹിച്ചത്, എൻ്റെ സമൂഹത്തെയോ എൻ്റെ സമുദായത്തെയല്ലോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അല്ലേ. അവൾ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിച്ചതായതുകൊണ്ട് അവൾക്ക് യേശു ക്രിസ്തുവും മാധവും ഒക്കെ അവൾക്ക് ഇഷ്ടമാണ്. അവൾ പള്ളി വരാറുണ്ട്. ഞാൻ ഒരു കാലഘട്ടത്തിന് ശേഷം, ഞാൻ ആ തിരിച്ചറിവ് എനിക്കുണ്ടായപ്പോൾ മുതൽ അവൾക്ക് ഏത് അമ്പലത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അവളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക. അവൾ എന്നോടൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ ദഹിപ്പിക്കാവോ മരിച്ചതിന് ശേഷം. ഞാൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്നെ ദഹിപ്പിച്ചിരിക്കും. ഇപ്പോൾ എനിക്കതിനൊരു എനിക്കത് ഇച്ചിരി സ്മൂത്തായി. കാരണം ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് അരമന തന്നെ ദഹിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയും പ്രശ്നമില്ല. എനിക്ക് അവളുടെ ആഗ്രഹം നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടില്ല. എല്ലാവരും അവരവരുടെ വിശ്വാസം. ഞാനിപ്പോൾ എത്രയാണെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് യേശു ക്രിസ്തുവും മാതാവും അരിത്തു വലിച്ചൊക്കെ പോകും. കാരണം ഞാൻ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് പഠിപ്പിച്ച് എൻ്റെ മനസ്സിലടിഞ്ഞൊരു വിശ്വാസമാണ്. അതുപോലെ തന്നെ അവൾക്ക് അവളുടേതായ ദൈവീയ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ മതം മാറുക എന്നൊക്കെ പറഞ്ഞാൽ വിവാഹത്തിനുണ്ട്. ഒരാൾക്ക് ഇപ്പോൾ മറ്റൊരു ഐഡിയോളജി എനിക്ക് താല്പര്യം തോന്നി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് താല്പര്യം തോന്നി മതം മാറുന്ന തെറ്റില്ല. പക്ഷെ വിവാഹത്തിന് വേണ്ടി മതം മാറുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് ശാശ്വതമല്ല, അത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചോദിച്ചാലും മറ്റേ കൃത്യമായി അതിന് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരു അച്ഛൻ, പിന്നെ ആരെയും കൂസാത്തൊരു നേതാവ്. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ചില നീക്കങ്ങൾ, അതായത് ഒരു പ്രതികാര നടപടിയായിട്ട് തന്നെ നടന്നിരുന്നു. അത് എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? അതിജീവിച്ചു എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അതിനെ നിയമപരമായി നേരിട്ടു എന്നാണ് നമുക്ക് കൃത്യമായിട്ട്. ഇവിടെ ഒരു ജുഡീഷ്യറി ഉള്ളതുകൊണ്ടും ജുഡീഷ്യറിയുടെ സംരക്ഷണം ഒരു സാധാരണ പൗരൻ എന്ന നിലയിലും അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടുമാണ് നമുക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ 3 പ്രാവശ്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് 3 പ്രാവശ്യവും കോടതിയിൽ നിന്നും കൃത്യമായി കോടതിയുടെ ഇടപെടലുണ്ടായതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. 2016 ഒറ്റയ്ക്ക് നിന്ന് 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ മുതൽ അദ്ദേഹം ടാർഗറ്റഡായിരുന്നു. ഇവിടുത്തെ മുന്നണികൾക്ക് ടാർഗറ്റഡായിരുന്നു. അതിനെ എങ്ങനെ അദ്ദേഹത്തെ മറ്റൊരു വഴിക്കും ചോദിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് വന്നപ്പോൾ അവിടെ വർഗീയത എന്ന് പറയുന്ന കാർഡിറക്കിയാണ് അദ്ദേഹത്തെ അവസാനം വീഴിക്കാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും അദ്ദേഹം 2ാം സ്ഥാനത്ത് 44,000 വോട്ട് കിട്ടിയ വ്യക്തിയാണ്. കൺസോൾഡേറ്റ് ചെയ്ത് ഒരിടത്ത് കൊണ്ട് കുത്തിക്കൊടുത്താണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ തോക്കില്ലായിരുന്നു. ഈ പറയുന്ന ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ ഇന്ന് 2 ദിവസം മുന്നേ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ എക്സാലോജിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കേസുകൾ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഗാന്ധിയല്ല എന്നുള്ള രീതിയിലൊരു മറുപടി ഞാൻ കണ്ടിരുന്നു. ഞാൻ മനുഷ്യനല്ലേ, സ്വാഭാവികം. ഞാൻ പറഞ്ഞത് നമുക്ക് ആവേശത്തിൽ ഇപ്പം എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, ഞാൻ പറഞ്ഞതും അങ്ങനെ തന്നെ പറയണം. അങ്ങനെ അല്ല ഈ കേസ്. കാരണം ഇത് എന്താണ് ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് നിരവധിയായ സാമ്പത്തിക ഇടപാടുകൾ കർത്തയുമായി ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. കേരളത്തിലെ അത്യാവശ്യം എന്നെപ്പോലെ തന്നെ 100-200 പേർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എനിക്കറിയാവുന്നിടത്തുനിന്ന് ഞാൻ കുറച്ച് ഹോംവർക്ക് ചെയ്ത് തുടങ്ങി, കുറേ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ പല ഇൻഫർമേഷൻസ്, ഇപ്പോൾ നിയമസഭയിൽ വന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ PT പണ്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. 2011 CMRൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എ പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻ ഫ്രം സെൻട്രൽ കേരള കാരണമാണ് അവർക്ക് എലിമിനേറ്റ് കിട്ടാതെ പോയെന്ന് എഴുതിയിട്ടുണ്ട്. അത് PC ജോർജാണ്. 2011 CMRൻ്റെ റിപ്പോർട്ടിലുള്ള. അപ്പം 2011 പപ്പ ഇവർക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ
നമ്മളിതിൽ മുതൽ വലിയ ഹോംവർക്ക് ചെയ്തു. മാത്രമല്ല എൻ്റെ അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ ഓഫീസുമൊക്കെ ഞാൻ കൊടുത്ത ഡാറ്റയിന്മേൽ കൃത്യമായ ഇൻഫർമേഷൻസ് എനിക്ക് തന്നു. എനിക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ ഞാനറിയാലോ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ജനപ്രതിയാണ്, ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്, ബാങ്കിൻ്റെ വൈസ് ചെയർമാനാണ്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആളല്ല. എനിക്ക് സ്വന്തമായൊരു വരുമാനം ഉണ്ടാക്കി ജീവിക്കണമെന്ന് കൃത്യമായ ബോധ്യമുള്ള മനുഷ്യനാണ് ഞാൻ. കൃഷിയും കൊണ്ടും അതുപോലെ എനിക്ക് നേരത്തെ കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, വീട് പണിത് കൊടുക്കുന്ന റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇല്ല, അതൊക്കെ നേരത്തെ നിന്നുപോയി. അതുപോലെ ഗുണകരമല്ലായിരുന്നു, ലാഭകരമല്ലായിരുന്നു, അങ്ങനെ നിർത്തിപ്പോയാണ്. അപ്പോൾ അങ്ങനെ അതുകൂടാതെ ഇപ്പോൾ പൂർണ്ണമായും ഞാൻ കൃഷിയിലാണ്. എനിക്കിപ്പോൾ കൃഷി ലാഭമായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ ആത്മവിശ്വാസത്തിലാണ് ഞാൻ എല്ലാവരെയും കൃഷിയിലേക്ക് തിരികെ വിളിക്കുന്നത്. അപ്പം അവിടെ നിന്നുമൊക്കെ ഉണ്ടായൊരു ഊർജ്ജത്തിൽ നിന്നും ഞാൻ ഇതിനു വേണ്ടി ഒരു സമയം, ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ആഴ്ചയിൽ 1-2 ദിവസം ഞാൻ ഇതിനു വേണ്ടി തന്നെ മാറ്റി വെച്ചിരുന്നു. അത് പിന്നെ ഞാൻ ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരോപണമായി മാറാൻ പാടില്ല. കയ്യിൽ ഉള്ള ഡോക്യുമെൻറ്റുകളെ സംസാരിക്കാവുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് മുഴുവൻ ഞാൻ പെറ്റീഷൻ കൂടാതെ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഞാൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഈ ഡോക്യുമെൻ്റ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇത് തലപോകുന്ന കാര്യങ്ങളാണ് പലതും. ഞാൻ കൊടുത്തിട്ടുള്ള അവർക്ക് കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ 50% വിവരങ്ങളെ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇനിയും പുറത്തു വരാനുള്ള, കാരണം അത് അന്വേഷണത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളുണ്ട്. കാരണം ആത്യന്തികമായി ഇപ്പോൾ ഇതൊരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ പബ്ലിസിറ്റി എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ലക്ഷ്യം വെച്ച കാര്യത്തിലെത്തണം. അത് കൃത്യമായ അന്വേഷണം നടക്കുകയും കുറ്റക്കാരനാണെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം, കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരനെതിരെ നടപടിയെടുക്കണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ നിരപരാധിയാണെന്ന് അന്വേഷണ സംഘം തെളിയിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് കുറ്റക്കാരനാണെന്ന് എനിക്ക് കൃത്യമായ രേഖകളിലൂടെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. എനിക്ക് ബോധ്യപ്പെട്ട പോലെ തന്നെ ROCക്കും ബോധ്യപ്പെട്ടതുകൊണ്ടും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനും ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ 212 എൻക്വയറി 210 പ്രഖ്യാപിച്ചതിന് ശേഷം അതിനപ്പുറത്തേക്ക് കറപ്ഷൻ ഉണ്ട് എന്നതുകൊണ്ടാണല്ലോ 212ലേക്ക് പോയത്. ഈ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു. അതായത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാടും പടലും തല്ലി നടക്കുന്ന ഒരു പ്രതിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് തന്നെ കുറച്ച് തുടങ്ങി, പിന്നെ അത് ഇങ്ങനെ നേർത്ത് വരികയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ഷോൺ ജോർജിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി വരുന്നത്. അതിലേക്ക് വരാൻ ആ ഒരു തുടക്കം എങ്ങനെയാണത് ഇങ്ങനെ ഒരു വലിയ ഒരു അഴിമതി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിലേക്ക് എത്താൻ കാരണമായത് എങ്ങനെയായിരുന്നു? എനിക്ക് ഇത് ദൈവം കൊണ്ട് തന്നതൊക്കെ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ഒരു കരസ്പർശം ഈ കേസിലുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രേഖകൾ. ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായ ഒരു രേഖ എനിക്ക് തന്നതാരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. വളരെ സത്യസന്ധമായി പറയാം. ആ ചെറുപ്പക്കാരനെ ഒരു എറണാകുളത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വാട്സപ്പിൽ ഒരു രേഖ അയച്ചു തന്നു. എന്നിട്ട് ചോദിച്ചു, ഈ കേസുമായി ഞാൻ പരാതി കൊടുത്തു എന്ന് പത്രത്തിൽ വാർത്ത വന്നതിന് ശേഷമാണ് എനിക്കൊരു വാട്സപ്പിൽ ഒരു ചേട്ടാ ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് ആ ഒരു എൻട്രി അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ഏൽപ്പിച്ചു, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏൽപ്പിച്ചു. ഞാൻ അഡ്വക്കേറ്റിനെ അയച്ചു. പുള്ളിക്ക് മനസ്സിലായില്ല. പുള്ളിയും അത് ടെക്നിക്കൽ ടീമിനെ ഏൽപ്പിച്ചു. ഈ ചാർട്ടേഡ് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ടീമിനെ ഏൽപ്പിച്ചു. അതിനുശേഷം പുള്ളിക്ക് അദ്ദേഹത്തിന് റിപ്ലൈ കിട്ടി, ഇത് മറ്റൊരു നിർണായകമായ തെളിവിലേക്കാണ് പോകുന്നത്. എനിക്ക് തന്ന പയ്യനാരെന്ന് നടത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ 135 കോടി രൂപ അഴിമതി ഉണ്ടായി. എന്തിനു വേണ്ടി? സിന്തറ്റിക് റുട്ടൈൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിക്ക് എന്തിനു വേണ്ടി 135 കോടി രൂപ വിതരണം ചെയ്യേണ്ടി വന്നു? അത് ഇലിമിനേറ്റ് എന്ന് പറയുന്ന അവരുടെ റോ മെറ്റീരിയൽ കേരളത്തിൻ്റെ തീരദേശത്ത് നിന്നും അനധികൃതമായി ഖനനം ചെയ്യുന്നതിനാന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷെ എവിടുന്ന് എങ്ങനെ? 2018 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓർഡറും അതിനുശേഷം ഈ മണൽ ഖനനം ചെയ്ത് നീക്കാൻ ഉണ്ടായ സാഹചര്യവും ഇതൊക്കെ നമുക്ക് കിട്ടിയത് തോട്ടപ്പള്ളി മേഖലയിലെ പഞ്ചായത്തിൻ്റെ രേഖകളിൽ നിന്നാണ്. പഞ്ചായത്താണ് ഇത് മുൻകൈയെടുത്ത് അവരിതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇത് വളരെ സ്ട്രെസ് കൊടുക്കാതെ ലഘൂകരിച്ച് കൊണ്ട് ഒരു വലിയ അഴിമതിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രേഖകൾ എനിക്ക് കിട്ടിയത് നടന്നില്ല. ദൈവത്തിൻ്റെ ഒരു സ്പർശമുണ്ടായിരുന്നു ഈ കേസിൽ. ഇവിടം വരെ ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് സെൻ്റർ. ഞാനൊരിക്കലും ഇത്തരത്തിലൊരു ഒരു 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 ഇതിലേക്ക് എത്തുമെന്ന് ഒരു അന്വേഷണം പ്രഖ്യാപിപ്പിക്കണം. എന്നാൽ എനിക്കും എൻ്റെ അഭിഭാഷകനും അല്ലാതെ വേറെ ആർക്കും ഇപ്പോൾ ഈ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന വലിയ കാര്യങ്ങളുണ്ടല്ലോ, ഒത്തിരി വലിയ ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ മാസത്തിൽ പത്രസമ്മേളനം നടത്തി മുഴുവൻ പത്രക്കാർക്കും കൊടുത്തതാണ്. ഇതിൻ്റെ മെറ്റീരിയൽസ് അല്ല, ഇപ്പം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ല, ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്. കാരണം ഞാനന്ന് കൊടുക്കാൻ കാരണം ഞാൻ ഈ പെറ്റീഷൻ കൊടുത്തതിന് ശേഷം
എൻ്റെ ജീവന് തന്നെ അപകടമുണ്ടാകുന്നുള്ള സാഹചര്യത്തിൽ ഞാനിങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് അറിയണം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ ഇതുകൊണ്ടാണ് എന്നറിയണം എന്നുകൊണ്ട് ഞാൻ പത്രസമ്മേളനം നടത്തിയത്. കാരണം പത്രസമ്മേളനം നടത്തിയിട്ട് ഈ കേസുമായിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടില്ല. കാരണം എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പോലും നാളെ പൊതുസമൂഹം എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ പോരാടിയതെന്ന് എന്ന് ജനം അറിയണം എന്നതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനം. പക്ഷെ അന്ന് SFI എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല. ഇപ്പോഴും ഞാൻ പറയല്ലോ, ഈ കോടതി രണ്ടാമത് കേസെടുത്തതിന് ശേഷമാണ് പലരും എന്നെ വിളിച്ച് ശരിക്കും ഇതിൻ്റെ ഫുൾ ഫോം എന്നാ SFIO. അപ്പം ഇത് വിദ്യാർത്ഥി സംഘടനയുടെ പേരാണോ, ഇതെന്താണ് സാധനം? ഈ മിനിങ്ങാന്നൊരു ചാനൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ SFI എന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ട് ED യും CBI യും വരുന്നില്ല? എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ED യും CBI ക്കൊക്കെ ഒത്തിരി മുകളിലാണ് SFI. അത് പക്ഷേ അത് ആരുടെയും കുറ്റമല്ല. കേരളത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, കേരളത്തിൽ ഇന്ന് വരെ ഒരു അന്വേഷണം നടന്നിട്ടില്ലാത്ത, കേരളത്തിലെ SFIയുടെ ആദ്യത്തെ അന്വേഷണമാണിത്. ഈ CMRL, KSIDC, എക്സലോജിക്, മുഖ്യമന്ത്രി, ഈ 4 കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ കേസിൻ്റെ, അല്ലെങ്കിൽ ഇത് കേരളത്തിൽ വലിയ അഴിമതിയിലേക്ക് വെളിച്ചം വീശുന്നത് എങ്ങനെയാണ്? ഇത് തമ്മിലുള്ളൊരു ബന്ധം? അത് നല്ലൊരു ചോദ്യമാണ്. പലർക്കും കുറേ ദിവസമായിട്ട് ഈ കമ്പനീസ് ആക്ട് ഇരുന്ന് 212 എന്നൊക്കെ പറയുന്നല്ലാതെ ആളുകൾക്ക് ഇത് എന്നാന്ന് മനസ്സിലായിട്ടില്ല. ഇത് ശരിക്കും 2023 ജൂൺ മാസത്തിൽ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ്, അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇങ്ങനെ 100 കോടി രൂപയുടെ തിരിമറി നടത്തി എന്ന് പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി, ഈ എല്ലാ കമ്പനികളുടെയും ഇവരുടെ റെയ്ഡും അന്വേഷണമൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ സ്വാഭാവികമായി നടന്ന അന്വേഷണത്തിൽ ഇവരുടെ കമ്പനിയിൽ CMRL എന്ന് പറയുന്ന കർത്ത, നമ്മൾ കരിമണൽ കർത്ത എന്ന് പറയുന്ന കർത്തയുടെ CMRL കമ്പനിയിൽ ഇങ്ങനെയൊരു ക്രമക്കേട് നടന്നതായി PCIT കണ്ടെത്തി. ആ കണ്ടെത്തിയ ഈ റിപ്പോർട്ട് അവർ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് കൈമാറി. അവർ CMRLനെ വിളിച്ചിരുത്തി ഇവരുടെ വിശദീകരണം ചോദിച്ച് എന്തൊക്കെയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഇതിനകത്ത് കുറേ കണക്കുകൾ വിശദീകരിച്ച്, ഞങ്ങൾക്ക് റോ മെറ്റീരിയൽ കിട്ടാൻ അവിടെ പൈസ കൊടുത്തു, ഇവിടെ പൈസ കൊടുത്തു, ലോറി കൂലിക്ക് പൈസ കൊടുത്തു, അങ്ങനെ ഇതിൻ്റെ ഒരു 70% അവരിങ്ങനെ വേവ് ഓഫ് ചെയ്യാനുള്ള രേഖകളൊക്കെ കൊണ്ട് കൊടുത്തു. ഈ രേഖകളെല്ലാം കൊടുത്തതിന് ശേഷവും ആ PCIT റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് PV, OC, RC, IK, PKK അങ്ങനെ കുറേ പേരുകൾ കൃത്യമായി പറഞ്ഞിട്ട് ഇവരുടെ എല്ലാം ഡിസ്ക്രിപ്ഷനും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട്, ഇൻകം സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ എൻക്വയറി റിപ്പോർട്ടും ഈ കൂടെ ഉണ്ടായിരുന്നു. എൻക്വയറി റിപ്പോർട്ടിനകത്താണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇൻകം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ തന്നെ ഈ CMRL കമ്പനിക്ക് നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ ഓണർഷിപ്പിലുള്ള, വീണ തൈക്കണ്ടിൻ്റെ ഓണർഷിപ്പിനുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കമ്പനിക്ക് നിന്നും 1,72,00,000 രൂപ വീണ വിജയൻ വ്യക്തിപരമായി 5 ലക്ഷം രൂപ വീതം അല്ലാതെയുമായിട്ട് 1,72,00,000 രൂപ ഇവരുടെ ഓണർഷിപ്പിൽ കൈപ്പറ്റിയിട്ടുണ്ട്. ആ കൈപ്പറ്റിയതിനെ സംബന്ധിച്ച് ഇവരുടെ എൻക്വയറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഇവരുടെ ഫിനാൻസ് ഓഫീസറും IT ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നവരും കൃത്യമായി അവർക്ക് മൊഴി കൊടുത്തു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഓർഡറിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ എക്സാലോജിക് സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനി ഒരു സേവനം നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ കൊടുത്തേക്കുന്ന പൈസ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രൊമിനൻറ്റ് പേഴ്സണ് കൊടുത്തതാണ് എന്ന് ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ആ റിപ്പോർട്ട് 6-ാം മാസം വരുന്നു. മനോരമ ഇത് വാർത്തയാക്കുന്നു. പുറകെ ശ്രീ മാത്യു കുഴൽനാടന് ഇതിൻ്റെ പുറകെ കുറച്ച് പത്രസമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി പുള്ളി ഇതിനെ കുറച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുകയും കുറച്ച് പ്രക്ഷോഭമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഞാനപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. പക്ഷെ 1-2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വസ്തു ഇടപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി. എന്ന് തന്നെയാണെങ്കിലും അദ്ദേഹം ഇതിൻ്റെ പുറകെ കുറേ ഫോളോ ചെയ്ത ഒരാളാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കൃത്യമായി പോയിൻ്റ് ഔട്ട് ചെയ്ത് മുഖ്യമന്ത്രി നിൽക്കുക. അത് എക്സാലോജിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രൊമിനൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അല്ലാതെ വേറെ ആരുമില്ല. പ്രൊമിനൻറ്റ് പേഴ്സൺ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ട് അത് തിരുത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് പുറത്തു വന്നു. ഇതിനെ സംബന്ധിച്ച് 135 കോടി രൂപ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വിതരണം ചെയ്തു എന്ന് കൃത്യമായ ആ റിപ്പോർട്ടിലുണ്ട്. അതിനെക്കുറിച്ച് ആരും അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ വിജിലൻസ് അന്വേഷിക്കാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നു. അതിനെക്കുറിച്ചൊരു കോടതിയിൽ വന്ന് വിജിലൻസ് കോടതി മൂവാറ്റുപുഴ തള്ളി. കാരണം അതിന് രേഖകളില്ല എന്ന് പറഞ്ഞാൽ തള്ളിയത്. അത് പ്രോപ്പറായിട്ടുള്ളൊരു പെറ്റീഷൻ്റെ അഭാവമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ആ വിഷയം, ആ പെറ്റീഷണർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പെറ്റീഷണറുടെ കുടുംബം ആ പെറ്റീഷൻ മുമ്പോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി അത് ഏറ്റെടുത്ത് അമിക്കസ് ക്യൂറിയെ വെച്ച് അന്വേഷണത്തിൽ കോടതിയുടെ പരിഗണന വന്നു. പക്ഷേ ഇതൊന്നും
വിജിലൻസ് എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം PC ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ഏൽപ്പിച്ച് എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുന്നത്. കാരണം ഈ ഉദ്യോഗസ്ഥൻ ചെന്ന് സല്യൂട്ട് അടിച്ചിട്ട് വേണ്ടേ അവിടെ അന്വേഷിക്കാൻ. അപ്പോൾ അത് എവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചത്. ഏറെക്കുറെ ഒരു മാസം കൊണ്ടാണ് ഞാൻ പെറ്റീഷൻ പ്രിപ്പയർ ചെയ്ത്. എൻ്റെ അഭിഭാഷകനും അദ്ദേഹത്തിൻ്റെ ഓഫീസും എന്നെ സഹായിച്ചു. പെറ്റീഷൻ നൽകിയതിന് ശേഷം ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്തു. ശരിക്കും ഞാൻ ഒരു മാസം കഴിഞ്ഞ് കൊടുക്കാൻ നിർത്തും. അപ്പോൾ എൻ്റെ രാഷ്ട്രീയപരമായ ചില തിരക്കുകളും കാര്യങ്ങളും കൊണ്ട് ഞാൻ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്തു. എനിക്ക് പരാതി നൽകി ഒരു മാസം കഴിഞ്ഞപ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്നും എനിക്കൊരു മറുപടി ലഭിച്ചു. താങ്കളുടെ പരാതി റിപ്പോർട്ടിനായി കമ്പനീസ് റീജിയണൽ ഡയറക്ടർക്ക് കൈമാറിയെന്ന്. അതിനുശേഷം പിന്നെ ഒരു മാസം കൂടെ പോയിട്ടും ഒരു ആക്ഷന് സ്പീഡില്ല. ഇതങ്ങനെ അങ്ങനെ സ്ലോലി പോകേണ്ട ഒരു കേസല്ലല്ലോ. ഒരു പക്ഷേ അവരുടേതായ പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും എടുത്തത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്പീഡി ഒരു ഇത് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസംബർ മാസം 13-ാം തീയതി കോടതിയെ റിട്ട് സമർപ്പിച്ചു. ഈ കേസിൽ അന്വേഷണം SFIO അന്വേഷണം ആവശ്യപ്പെട്ട് റിട്ട് സമർപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം സ്പീഡായിരുന്നു. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി തന്നെ ഇവർക്ക് രണ്ടുപേർക്കും വിശദീകരണം ചോദിച്ചു. CMRലും KSIDCയിലും വിശദീകരണം ചോദിച്ചുകൊണ്ട് ROC കത്ത് കൊടുത്തു. അതിൻ്റെ കോപ്പി എനിക്ക് വന്നു. അതിനുശേഷം അവരുടെ റിപ്ലൈ അവർ ഫയൽ ചെയ്തു. ആ റിപ്ലൈ എനിക്ക് ROC അപ്പം തന്നെ അവരുടെ റിപ്ലൈ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തു. അതിനുശേഷം കോടതിയിൽ കേസ് വന്നപ്പോൾ വരുന്നതിന് തൊട്ട് മുമ്പ് അവർ 210 അനുസരിച്ചുള്ള കമ്പനീസ് ആക്ട് 210 അനുസരിച്ചുള്ള എൻക്വയറി, അതായത് കമ്പനികളിൽ നടക്കുന്ന തിരിമറികളെക്കുറിച്ച് അന്വേഷിക്കുന്ന സെക്ഷൻസ് ഉൾപ്പെടുന്നതാണ് 210. അത് പ്രകാരവും കുറ്റങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ കറപ്ഷൻ, അഴിമതി, ആരൊക്കെ കാശ് വാങ്ങി, അതിൻ്റെ പുറകിൽ മണല്, കേരളത്തിൻ്റെ ധാതുമുതൽ എത്രമാത്രം ഒട്ടിച്ചു, അങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒഫൻസുകൾക്ക് നേരെ 210 ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 212 തന്നെ വേണം എന്നാവശ്യപ്പെട്ടു. KSIDC സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. 25 ലക്ഷം രൂപ മുടക്കിയാണ് അദ്ദേഹത്തിന് ഇവിടെ വന്നത്. CMRൽ കൊണ്ടുവന്നത് മുൻ അഡ്വക്കേറ്റ് ജനറലായ വ്യക്തിയാണ്, തമിഴ്നാട് അഡ്വക്കേറ്റ് ജനറലായിരുന്ന വ്യക്തിയാണ്. അത് അവരൊക്കെ വന്നു. എങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സമയത്ത് എന്നോട് എൻ്റെ അഭിഭാഷകൻ ചോദിച്ചു, ഷോണേ, ഇന്ത്യയിലെ തന്നെ 5 അഭിഭാഷകരിൽ ഒരാളാണ് വരുന്നത്, നമുക്കൊരു സീനിയർ എൻഗേജ്മെൻറ്റ് വേണ്ടേ? ഞാൻ പറഞ്ഞു, ഈ കേസിൽ എൻ്റെ അഭിഭാഷകൻ ഇതാണ്, മറ്റൊരു അഭിഭാഷകൻ എനിക്കില്ല എന്ന് തന്നെ എനിക്കറിയാം. എനിക്ക് എൻ്റെ അഭിഭാഷകനിലുള്ള കോൺഫിഡൻസ് അത്ര വലുത്. അത്ര കാരണം ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റിൽ അത്രയും എക്സ്പേർട്ടായ അഭിഭാഷകനാണ്. പിന്നെ കോടതിന് മുമ്പിൽ സീനിയർ വരുമ്പോൾ ഒരു ഇതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് കുറവുള്ള മനുഷ്യരൊന്നുമല്ല. എങ്കിൽ പോലും സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ, സീനിയർ അഭിഭാഷകർ വരുമ്പോൾ അതിൻ്റേതായ ഗൗരവം കോടതിയിൽ കൂടുമെന്നുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അതിന് ശേഷം ROCയുടെ റിപ്പോർട്ടിൽ, ഇപ്പോൾ വിവാദത്തിലേക്ക് വരുന്നത് ROCയുടെ റിപ്പോർട്ടിലാണ്. ROCയുടെ റിപ്പോർട്ടിൽ 210 എൻക്വയറി വരുന്നതിനോടൊപ്പം തന്നെ ROCയുടെ റിപ്പോർട്ടിൽ സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈംസ്, കമ്പനീസ് ആക്ട് അനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കോർപ്പറേറ്റ് ഫ്രോഡിനെ SFIO അന്വേഷിക്കണമെന്നാണ് 2013 കമ്പനീസ് ആക്ട് പ്രകാരമുള്ള നിയമം. അങ്ങനെ 447 ഉണ്ടെങ്കിൽ SFIO ഇല്ലാതെ പറ്റില്ല എന്നുള്ള എൻ്റെ കോടതിയിലെ വാദം ശരിയാണെന്ന് 100% മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത് കോടതി ഓർഡർ ചെയ്യും എന്നുള്ള സാഹചര്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആയിരിക്കും. മാത്രമല്ല, ഇതിൽ കൂടുതൽ അന്ന് ഹൈക്കോടതിയുടെ അഭിഭാഷകൻ, ഹൈക്കോടതിയിൽ SFIO പ്രതികരിച്ച ഗവൺമെൻറ് അഭിഭാഷകൻ, അദ്ദേഹം ചോദിച്ചത്, 210 ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, SFIO സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ 2 ആഴ്ച സമയമാണ് അവർ ചോദിച്ചത്. അപ്പം അവർക്കും പഠിക്കാൻ, സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഇതൊരു ചെറിയ കേസല്ല, ഇതൊരു പൊളിറ്റിക്കൽ കേസാണ്, വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ തെളിവുകളില്ലാത്ത, അല്ലെങ്കിൽ 100% ഉറപ്പില്ലാത്ത എടുത്തിയാടി ഒരു തീരുമാനം ഒരിക്കലും എടുക്കാൻ കഴിയില്ല. കാരണം എന്നാ പറഞ്ഞാലും രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്ന ഒരു നാട്ടിലോട്ടാണ് ഇത്തരത്തിലൊരു കേസുമായിട്ട് വരുമ്പോൾ. അപ്പോൾ അതിനകത്ത് തെളിവുകളുടെ ഉറപ്പൊക്കെ വരുത്തിയതിന് ശേഷമാണ് അവർ ഓർഡർ ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. അളിയ, നീ ഇത് കൊടുക്കണമായിരുന്നു എന്ന് പിന്നെ കൂടെയുള്ള പാർട്ട്ണർ വിനീഷ് കോടിയേരി ചോദിച്ചതായിട്ട് ഞാൻ ഇടയ്ക്ക് കേട്ടിരുന്നു. അങ്ങനെയല്ലേ പറഞ്ഞത്. ഇപ്പം പപ്പായും പിണറായി വിജയനും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം തുടങ്ങിയത്, ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും PC ജോർജ് XMLA ആണെങ്കിലും ഇവർ തമ്മിൽ പോരാട്ടം തുടങ്ങിയിട്ട് 20 വർഷമായി. 2003 മുതൽ VS അച്യുതാനന്ദനോടൊപ്പം PC ജോർജ് എന്ന് നിലകൊള്ളാൻ തുടങ്ങിയോ അന്ന് മുതൽ പിണറായിയുടെ കണ്ണിലെ ഏറ്റവും വലിയ കരടാണ്. കാരണം 2006 അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം, 2006 അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്തതിന് VS അച്യുതാനന്ദൻ സീറ്റ് കൊടുക്കാതിരുന്നു. പിന്നെ ജനകീയ പ്രക്ഷോഭത്തിലൂടെയാണ്
വി എസിന് സീറ്റ് എടുത്തു. ആ ജനകീയ പ്രക്ഷോഭം തുടങ്ങി വെച്ചത് ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസ് സെക്യുലർ. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വി എസിന് വേണ്ടി പ്രകടനത്തിന് ആദ്യം ഇറങ്ങിയ വണ്ടി അന്ന് കേരള കോൺഗ്രസ് സെക്യുലറായ ഞങ്ങളുടെ ജില്ലാ പ്രസിഡൻ്റെ വണ്ടിയാണ്. വി എസിൻ്റെ ഫ്ലെക്ഷൻ കിട്ടി ആദ്യമായിട്ട് റോഡിൽ ഇറങ്ങി. പക്ഷേ പിന്നെ ആയിരങ്ങൾ കൂടി. അപ്പോൾ അന്നത്തെ പുള്ളിയുടെ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിക്കളഞ്ഞ വി സി ജോർജാണ്. പുള്ളി തുറന്ന അഭിപ്രായ പ്രകടനം നടത്തി. അന്ന് നിങ്ങൾക്കറിയാം, ഏകകക്ഷി എം എൽ എമാർക്കൊന്നും മന്ത്രിസ്ഥാനം ഇല്ലെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ എല്ലാ ഏകകക്ഷി എം എൽ എമാർക്കും മന്ത്രിസ്ഥാനമുണ്ട്. പി സി ജോർജ് മുന്നണിക്ക് 2010 പി സി ജോർജ് മുന്നണിക്ക് പുറത്തു പോയതിന് ശേഷം കടന്നപ്പള്ളിയെ വിളിച്ച് മന്ത്രിസ്ഥാനം കൊടുത്തു. ഏത് ഏകകക്ഷി എം എൽ എ ആയ കടന്നപ്പള്ളിയെ പി സി ജോർജ് പോയതിന് ശേഷം അപ്പോഴേ നിയമം മാറ്റി മന്ത്രിസ്ഥാനം കൊടുത്തു. പി സി ജോർജിനെ മന്ത്രിയാക്കരുത്, പി എസ് ജോർജിനെ മന്ത്രിയാക്കണം നിലപാട് തിരിച്ച് അദ്ദേഹമാണ് പറഞ്ഞത് എനിക്ക് മന്ത്രിയാകണ്ട. അങ്ങനെ ഒരു യുദ്ധം ചെയ്ത് ആരുടെ ഓച്ചാരത്തിൽ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് തീരുമാനിച്ചു തന്ന പി സി ജോർജാണ്. ഞാൻ പറഞ്ഞത് ആ 10-20 വർഷക്കാലത്തെ യുദ്ധം പി സി ജോർജും തമ്മിലുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഷോൺ ജോർജും പിണറായി വിജയനും തമ്മിൽ ഒത്തിരി അകലമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പെറ്റീഷൻ നൽകി. അന്ന് രാവിലെ നിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ബിനീഷിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. ബിനീഷ് പിറ്റേ ദിവസം മറ്റൊരു ആവശ്യമായിട്ട് ഓഫീസിലൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിപരമായൊരു കാര്യത്തിന് എന്നെ വിളിച്ചപ്പോഴാണ്, ഓഫീസിൽ ബിനീഷിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാനൊരു കേസ് കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും പത്രങ്ങളും ടി വിയുടെ ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യവും സ്വാഭാവികം ഉണ്ടാകുമെന്ന് ബിനീഷ് അറിയാമല്ലോ. ഞാനും അവനും പാർട്ട്നേഴ്സാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. അതിൻ്റെ പ്രതിഫലം എന്ന നിലയിലാണ് ചോദിച്ചത്. നീ തന്നെ കൊടുക്കണമായിരുന്നു അളിയ. ഇത് സ്വാഭാവികം ഞാൻ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ബിനീഷിന് യാതൊരു സംശയമില്ല. ഞാൻ കൊടുക്കും, അവൻ പറഞ്ഞാലും ഞാൻ കൊടുക്കുമെന്നറിയാം. നീ തന്നെ കൊടുക്കണമായിരുന്നു. സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പി സി ജോർജാണല്ലോ. നമ്മളെ ഉപദ്രവിക്കണോ എന്ന നിലയിലായിരിക്കും അത് ചോദിച്ചത്. അത് അത്രേ ഉള്ളൂ. അതല്ല അതിനപ്പുറത്തോട്ടൊന്നും സംസാരിച്ചു. ചർച്ച വേറെ രീതിയിലേക്ക് പോവുകയും ചെയ്യുമല്ലോ. പിന്നെ അല്ല, പി സി ജോർജ് ഈ പെറ്റീഷൻ പി സി ജോർജാണ് ഫയൽ ചെയ്യുന്നെങ്കിൽ ബിനീഷ് എന്നുള്ളൊരു വാക്ക് ഇതിനകത്ത് വരില്ലല്ലോ. അതെ, അത് തന്നെയായിരിക്കും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം. പിന്നെ ഈ ജനപക്ഷം എന്നുള്ള പാർട്ടി അതൊരു മുന്നണിയുടെ ഭാഗമാകാതെ, അതായത് NDA അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ അങ്ങനെ ചർച്ചകളുണ്ടായിരുന്നു. എന്തുകൊണ്ട് BJP ലയിച്ചു? എന്തുകൊണ്ട് BJP? ഒരു വലിയ ചോദ്യമാണ്. മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഒന്നത് BJPയുടെ ഒരു രാഷ്ട്രീയം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, BJPയുടെ രാഷ്ട്രീയം ഒരു മുന്നണി സംവിധാനം, NDA എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തിനപ്പുറത്ത് ഏകകക്ഷി രാഷ്ട്രീയം തന്നെയാണ് BJPക്ക്. മാത്രമല്ല, ഞങ്ങൾ അവിടെ ചെന്ന് കൂടി അല്ലെങ്കിൽ BJPയുടെ മുന്നണിയായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ 10 മടങ്ങ് കാര്യങ്ങൾ ഞങ്ങൾക്ക് BJPയാണ് ചെയ്യാൻ കഴിയും. BJPക്ക് ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. മധ്യമേഖലയിലെ കാർഷിക മേഖലയിൽ നിന്നും നേതാക്കളെ BJPക്ക് ആവശ്യമുണ്ട്. BJPയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ ഞാൻ ഒരു ചുമ്മാ കളിയാക്കൊന്നുമല്ല കേട്ടോ. കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ കർഷകർക്ക്? ഈ 5 ലക്ഷം കോടിയിലേക്ക് അടുക്കുന്നു കേരളത്തിൻ്റെ സാമ്പത്തിക നില. എന്തു ചെയ്യാൻ പറ്റും കേരളത്തിലെ കർഷകന് വേണ്ടി? ഞാൻ വെല്ലുവിളിക്കൊന്നുമല്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോജിക്കാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു റബ്ബറിന് കൂടി വന്ന് 200 രൂപ. ഇപ്പോൾ നാളെ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ റബ്ബറിന് 200 രൂപ പ്രഖ്യാപിക്കുക. എന്താ, കോട്ടയം സീറ്റിൽ നോമിനേഷൻ കൊടുക്കണമെങ്കിൽ പോലും 200 രൂപ ഇല്ലാതെ പോകാൻ പറ്റില്ല. കാരണം 250 രൂപ വാഗ്ദാനം കൊടുത്തതാണ്. അപ്പോൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ നിങ്ങൾ ഇവിടുന്ന് ഈ പ്രദേശത്തൊക്കെ ഒന്ന് നടന്ന് ചുറ്റിയിട്ട് നോക്കി, ഒരു വീട്ടിൽ ആളില്ല. +2 കഴിയുമ്പോൾ പിള്ളേർ വിദേശത്തോട്ട് കിടക്കുകയാണ്. മാതാപിതാക്കളും കൂടെ ഇവിടുന്ന് കൊണ്ടുപോകാം. ഇവിടുന്ന് ഓടി രക്ഷപ്പെടുക. പക്കാ കാർഷിക വൃത്തി കൊണ്ട് മാത്രം സുഖമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു നാട്ടിൽ പട്ടിണിയാണ്. ഇവിടെ വ്യാവസായിക മേഖല ശ്രദ്ധിച്ചു. കൃഷിക്ക് റബ്ബറിന് വിലയില്ല, വ്യാവസായിക മേഖലയും തകർന്നിരിക്കുന്നു. അങ്ങനെ അടിസ്ഥാനപരമായി ഈ നാട്ടിൽ കാർഷിക മേഖലയിൽ ഇത് ഇപ്പോൾ എന്നോട് ഒത്തിരി നിൻ്റെ ഭാവി എന്താവും, എൻ്റെ ഭാവി എന്താവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. രാഷ്ട്രീയപരമായി ഞാൻ പറയല്ലേ, ഞാൻ എന്നെ എത്രമാത്രം പാർട്ടി പ്രയോജനപ്പെടുത്തുന്നു അത്രമാത്രം പാർട്ടിയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പറമ്പിൽ പോയി കിളയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ശൈലി. ഞാൻ പറഞ്ഞത്, നമ്മളിലൂടെ ചെറിയ ജീവിതമല്ലേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം പണമുണ്ടാക്കുക, പ്രശസ്തനാകുക, മന്ത്രിസ്ഥാനം ഉണ്ടാകുക എന്നുള്ളതല്ല, ജനങ്ങളുടെ മനസ്സിലിടം പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെയൊക്കെ നമ്മൾ ഓർക്കുന്നത്, അല്ല കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരെ നമ്മൾ ഓർക്കുന്നത്? അവർ മുഖ്യമന്ത്രിമാരായിരുന്നതല്ല നമ്മൾ ഓർക്കുന്നത്. നമുക്ക് അറിയാൻ മേലാത്ത, പേര് പരിചയമില്ലാത്ത, പുതിയ തലമുറയ്ക്ക് പേര് പരിചയമില്ലാത്ത മുഖ്യമന്ത്രിമാരുണ്ട്. അവരുടെ കാലത്ത് എന്ത് ചെയ്തു, ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? കരുണാകരനെ എന്താ ഓർക്കുന്നത്? കരുണാകരൻ പ്രഗത്ഭനായ മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് കരുണാകരനെ ഓർക്കുന്നത്? കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു ബ്രാൻഡാണ്. ഈ നാടിന് വേണ്ടി അദ്ദേഹം ചെയ്തൊരു വലിയ കാര്യമാണ്. ഇപ്പം കൊച്ചി മെട്രോ, നമ്മൾ ഉമ്മൻചാണ്ടി ഓർക്കും. നമ്മൾ
ഇല്ല, നമ്മൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ മറ്റേ വിഴിഞ്ഞം തുറമുഖം നമ്മൾ ഉമ്മൻചാണ്ടി ഓർക്കും. ആക്ഷേപങ്ങളൊക്കെ എന്തൊക്കെയാണോ നമ്മൾ ഉമ്മൻചാണ്ടി ഓർക്കും. തിരുവനന്തപുരം ടെക്നോ പാർക്ക് നമ്മൾ EK നായനാരെ ഓർക്കും. അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റി മറിച്ചിട്ടുള്ള ഇന്നോവേറ്റീവ് സ്റ്റെപ്സാണ്. അപ്പം ഒരു പൊതുപ്രവർത്തകനെ നാളെ ഓർത്തിരിക്കേണ്ടത് അവൻ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുകൊണ്ടാണ്. ഞാൻ അങ്ങനെ കാണുന്ന ആളെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്ത് ചോദിച്ചാലും എൻ്റെ പാർട്ടിയിൽ നിന്ന് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്നെ അത്രയും സ്വീകാരനാണ്, എന്നെ അത്രയും ഇഷ്ടമാണ് എൻ്റെ സംസ്ഥാന നേതൃത്വം മുതൽ. അപ്പോൾ സുരേന്ദ്രൻ്റെ നിങ്ങൾ ഇൻ്റർവ്യൂ കണ്ടു നോക്കി എന്നെക്കുറിച്ച് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നഡ്ഡാജിയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ ചോദിച്ചു നോക്കിയോ, അവർക്കെല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ ലക്ഷ്യം, എനിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഞാനിവിടെ പൊതുപ്രവർത്തനമായ സമൂഹത്തിലുണ്ടെങ്കിൽ എൻ്റെ സമൂഹത്തിന് എന്തെങ്കിലും ഞാൻ വഴി നേടിക്കൊടുക്കണം. അതാണ് അതിലെനിക്ക് വലിയ സ്ഥാനം ജനഹൃദയങ്ങളുണ്ടാവും. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടല്ലോ, അങ്ങോട്ട് എന്തെങ്കിലും വോട്ട് മാത്രം ഇങ്ങോട്ട് മേടിച്ചാൽ പോരല്ലോ, അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ. അതെ, അത് മാത്രമല്ല ഈ BJP സംബന്ധിച്ച് കേരളത്തിലെ പൊതുവെ ഒരു അയിത്തം കൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു പാർട്ടി. അയിത്തൊക്കെ മാറി കേട്ടോ, ആ കാലഘട്ടമൊക്കെ മാറി. ഞാൻ പറയട്ടെ, ഞാൻ 2019 സുരേന്ദ്രൻ ചേട്ടന് പിന്തുണ കൊടുക്കുമ്പോൾ എനിക്ക് പള്ളിയിൽ പോകാൻ മേലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയും പ്രതിരോധമായിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം ഇടവക ഞാൻ പറയില്ല, നമ്മളങ്ങനെ വൈദികരുടെ പേര് പറയുന്നത് ശരിയല്ല, ഞങ്ങൾ 10-30 പേര് കല്യാണം കൂടിയിട്ട് മുറ്റത്തിറങ്ങി നിൽക്കുക. അപ്പം ഈ ചർച്ചകളൊക്കെ തുടങ്ങി ഇങ്ങനെ വാർത്തകളൊക്കെ വരുന്നു. അപ്പോൾ അവിടുത്തെ വികാരിച്ചൻ വന്നതിനോട്, ഷോണേ നിങ്ങൾ BJP ചേരുവാണെന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഒന്നും അച്ഛാ ഇങ്ങനെ ചർച്ചകൾ ഒന്നുമില്ല, ഇങ്ങനെ അങ്ങനെ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല, ചർച്ചകൾ നടക്കുന്നു, നിങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, എൻ്റെ വോട്ട് ഇപ്രാവശ്യം BJPക്കാണ്. ഞാൻ ഞെട്ടിപ്പോയി, അവിടെ നിന്നോര് മുഴുവൻ ഞെട്ടിപ്പോയി. ഒരു വൈദികനാണ് പറഞ്ഞത്, അതും ഹാർഡ് കോർ സെൻട്രൽ കേരളയിലെ ഏറ്റവും പ്രമുഖമായ ഒരു പള്ളിയിലെ വികാരിച്ചനാണ് പറഞ്ഞത്. അതാണ് ശരിക്കും പൾസ്. ആ പൾസ് ഇതുവരെ ഇവിടുത്തെ ബാക്കി മുന്നണി നേതൃത്വങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നുള്ളൂ, ഉടനെ മനസ്സിലാവും. ഈ ഒരു മാറ്റത്തിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? ജീവിക്കാനുള്ള സർവൈവലാണല്ലോ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഈ നാട്ടിൽ മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ ഇനി കേന്ദ്ര സർക്കാരിൻ്റെ, നരേന്ദ്രമോദിയുടെ, അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ ഔദാര്യമില്ലാതെ കേരളത്തിലെ കർഷകന് ഇനി രക്ഷയില്ല. ഇത് സ്വാർത്ഥത കൊണ്ടാണ് കുടിക്കൂ. ഇപ്പോൾ ഇവിടെ ഒരു ഞാൻ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരാൾ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പാർട്ടി സ്നേഹവും ഞാൻ നരേന്ദ്രമോദിയുടെ കൈകൾ എൻ്റെ രാജ്യം സുരക്ഷിതമാണെന്ന് ചിന്തിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, എൻ്റെ പട്ടാളക്കാരായ സുഹൃത്തുക്കൾ എന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. ഈ രാജ്യം ഈ മനുഷ്യൻ്റെ കൈകളിലോട് അത്രയും സുരക്ഷിതമായി വേറെ ആരുടെയും കയ്യിൽ ഇരുന്നിട്ടില്ല എന്ന് അത്തരത്തിൽ ഞാൻ പറഞ്ഞു കേട്ട് പഠിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എൻ്റെ സ്വാർത്ഥത ഞാൻ പറയട്ടെ, എനിക്ക് ജീവിക്കണ്ടേ, എനിക്ക് ഈ നാട്ടിൽ മുമ്പോട്ട് പോകണ്ടേ, എനിക്ക് വിദേശത്ത് പോയി ജീവിക്കാൻ ഇഷ്ടമില്ല. ഞാൻ വിദേശത്ത് ധാരാളം പോയിട്ടുണ്ട്. ഏത് രാജ്യത്ത് ചെന്നാലും നമ്മുടെ പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ പിള്ളേരവിടെ പോയി കിടക്കുന്നത്. അവിടെയൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ രണ്ടാന്തര പൗരന്മാരാണ്. എനിക്ക് എൻ്റെ നാട്ടിൽ ജീവിക്കണ്ടേ, എൻ്റെ നാട്ടിൽ എനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ, എനിക്കിനി മുമ്പോട്ട് പോകണമെങ്കിൽ എൻ്റെ മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടായേ പറ്റൂ. അത് ഇവരാരും വിചാരിച്ച് നടക്കില്ല. VD സതീശൻ വിചാരിച്ച ഇവിടെ റബ്ബറിന് വില ഉണ്ടാവുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് വില ഉണ്ടാവുമോ? പിണറായി വിജയൻ വിചാരിച്ചാൽ നടക്കുമോ? വാക്ക് പറഞ്ഞിട്ട് 2.5 കൊല്ലമായി 250 രൂപ തരാം, അത് ഇതുവരെ തരാൻ പറ്റിയിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ ആരെ ആശ്രയിക്കുന്നത്? ഇത് പ്യുവറായിട്ടൊരു നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ മേഖലയെ രക്ഷിച്ചെടുക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്ക് ചർച്ചയായ ഈരാറ്റുപേട്ട അരുവിത്തറ വിഷയം, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ചകൾ വരുന്നു? ഇടയ്ക്ക് PC ജോർജ് നിന്നപ്പോൾ തന്നെ ഈ തീവ്രവാദ സംഘടനകൾ അദ്ദേഹത്തിനെതിരെ വളരെ വലിയ തോതിൽ, ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ, വളരെ വലിയ തോതിലായിരുന്നു അദ്ദേഹത്തിനെതിരെ തീവ്രവാദ സംഘടനകൾ നിന്നിട്ടുള്ളത്. ഈ ഒരു പ്രശ്നം ഇപ്പോഴും സജീവമാണോ, എങ്ങനെയാണ്? ശരിക്കും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ അരുവിത്തറ പള്ളി ഇരിക്കുന്ന പ്രദേശത്തിൻ്റെ പേരാണ് അരുവിത്തറ. ഈരാറ്റുപേട്ട 1, ഈരാറ്റുപേട്ട 2, അങ്ങനെ 2 പോസ്റ്റ് ഓഫീസാണുള്ളത്. ഈരാറ്റുപേട്ട 2 എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ് അരുവിത്തറ PO ആണ്. അരുവിത്തറ PO ഈരാറ്റുപേട്ട 2 ആണ്. ശരിക്കും ഇതൊരു വിഷയമേ അല്ല. ഇവിടെ അരുവിത്തറ പള്ളിയിൽ സ്ഥിരമായി കയറി കിടക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഇവരുടെ എല്ലാ പള്ളികളിലും ഞങ്ങൾ കയറി കിടക്കാറുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഈ വർഗീയത ക്രിയേറ്റ് ചെയ്ത് ഇതിൽ നിന്നും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾക്കേ പ്രശ്നമുള്ളൂ. അടിസ്ഥാനപരമായി ഈരാറ്റുപേട്ടയുള്ള ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഈരാറ്റുപേട്ടയിലെ എല്ലാവരും തീവ്രവാദികളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഉള്ളൊരു പ്രശ്നം, ഈരാറ്റുപേട്ടയിൽ തീവ്രവാദികളുണ്ട് എന്ന് PC ജോർജ് പറയുമ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ്. അവർക്ക് ആ സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇത് ശരിയാണ്, PC ജോർജ് പറയുന്നത് ശരിയാണെന്നുള്ള നിലപാടെടുക്കാൻ കഴിയാൻ പറ്റാത്ത വന്ന നൂറുകണക്കിന് ഇസ്ലാം സഹോദരങ്ങൾ ഇവിടെയുണ്ട്. വ്യക്തിപരമായി എന്നോട് പറയാനുണ്ട്, പുള്ളി പറയുന്നത് ശരിയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, പുള്ളി പറഞ്ഞതെല്ലാം ശരിയാന്ന് തെളിഞ്ഞില്ല. ഈരാറ്റുപേട്ടയിൽ എത്ര പേര് അറസ്റ്റ് ചെയ്തു?
മനസ്സിലല്ലേ? ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്ത് ബൈ ഇലക്ഷൻ വരെ നടന്നു. ആ വാർഡിലും വർഗീയത പറഞ്ഞ് ആ വാർഡിൽ വീണ്ടും SDPI ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. SDPI തോറ്റാൽ ഇസ്ലാം സമൂഹം തോക്കുമെന്നാണ് അവിടെ പറയുന്നത്. CPM-ൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അവിടെ, ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നടന്ന പ്രചരണം എന്നാ, SDPIയുടെ സ്ഥാനാർത്ഥി തോറ്റാൽ സമുദായം തോക്കുകയാണ്. അപ്പം ഈ തീവ്രവാദ സംഘടനകളെ സമുദായത്തിൻ്റെ ഒരു പുറംചട്ട അണിയിപ്പിക്കുകയാണ്. എന്നിട്ട് ഇത് ഇപ്പോൾ നമ്മൾ ഒരു തീവ്രവാദ സംഘടനയെ സംബന്ധിച്ച് പറയാൻ, ആ തീവ്രവാദ സംഘടനയെക്കുറിച്ച് പറഞ്ഞാൽ അത് സമുദായത്തെ മുഴുവൻ പറയുന്നതാക്കി ചിത്രീകരിച്ച് സമുദായത്തിൻ്റെ മുഴുവൻ വികാരം കൊണ്ടുവരുന്നത്. അപ്പം ഇതിനെതിരെ പറയാൻ രാഷ്ട്രീയ നേതാക്കൾ മടിക്കുന്നു. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, അത്യാവശ്യമൊക്കെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർ ഇതുകൂട്ട് വലിയ വർഗീയതയ്ക്കെതിരെ ചെറുക്കുന്ന ഒരു സാഹചര്യമൊക്കെ കാണുമായിരുന്നു. പക്ഷേ 2021 PC ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവി അതൊരു ഭയങ്കര ചൂണ്ടുപലകയായിരുന്നു. അതായത് മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ വർത്തമാനം പറഞ്ഞാൽ, ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾക്കെതിരെ വർത്തമാനം പറഞ്ഞാൽ അവരെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കും എന്ന് ഇവർ തീരുമാനിച്ചാൽ കേരളത്തിൽ ആരെയും തോൽപ്പിക്കാം, ഒരു 10-70 സീറ്റിലോളം ആരെയും തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റും എന്നൊരു മെസ്സേജ് ഈ തീവ്രവാദ സംഘടനകൾക്ക് കേരളത്തിലെ ബാക്കി 140 MLA-മാർക്കും കൊടുക്കാൻ കഴിയും. ആ 2021 ശേഷം ഏതെങ്കിലും സംഘടനയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ? പറയല, പറഞ്ഞ തീർത്തുകൾ. അത് PC ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിയും കൊണ്ട്, PC ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവി ആഘോഷിച്ച് ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇവരെല്ലാം വരും കാലങ്ങൾ അനുഭവിക്കാൻ പോവാണ് ഇതും കൊണ്ട് തന്നെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഉറ്റബോധത്തോടെ പറഞ്ഞ 2016 SDPI ഞങ്ങൾക്ക് പിന്തുണ തന്നതാണ്. അത് കഴിഞ്ഞ് കൈവിട്ടും കാലുവിട്ടും ആളെ കൊല്ലിച്ചാൻ തുടങ്ങിയപ്പോഴാണ് PC ജോർജ് ഞാനില്ല, ഇതുമായിട്ടൊരു ബന്ധം, ഞങ്ങൾ തമ്മിൽ പ്രകടമായ ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഇവരുടെ ഈ തീവ്രവാദ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയാലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾ എവിടെയും സെർച്ച് ചെയ്തിട്ട് ഞാൻ കൊടി പിടിച്ചിട്ടുണ്ട് SDPIയുടെ. ഞാനന്ന് പറഞ്ഞ വാക്ക് ഞാൻ മാധ്യമമാണ്, എനിക്ക് ഈ കൊടി പിടിക്കാനൊരു മടിയില്ല, കാരണം ഞങ്ങളെ അതുപോലെ ഞങ്ങളുടെ കൂടെ നിന്നവരാണ്. പക്ഷെ അന്നൊന്നും രാഷ്ട്രീയ പാർട്ടി, മുസ്ലിം ലീഗ് പോലൊരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു SDPI. പക്ഷെ അതിനുശേഷം ഇതിന് പോയ പോക്ക് വേറെ തരത്തിലേക്കായിപ്പോയി. നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ജോസഫ് സാറിൻ്റെ കൈവെട്ടിയത് ഗുരുതരമായ തെറ്റാണ്. പക്ഷേ ജോസഫ് സാറ് ആ പരാമർശം നടത്താൻ പാടില്ലായിരുന്നുള്ള അഭിപ്രായക്കാരൻ. ആ അഭിപ്രായം ഞാൻ മാറ്റി പറയില്ല. കാരണം ഞാനൊരു ക്രൈസ്തവനാണെങ്കിൽ, ഞാൻ എത്ര സെക്കുലർ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെങ്കിലും, ഞാൻ എൻ്റേതല്ലാത്ത മതഗ്രന്ഥത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അതിന് ചില വിധത്തിലുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം സംസീർ ഗണപതിയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഗണപതിയെക്കുറിച്ച്, അദ്ദേഹത്തിന് ഖുറാനെക്കുറിച്ച് പറയാം, അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്, ഖുറാനെക്കുറിച്ച് പറയാം. മറ്റൊരു സമുദായത്തിൻ്റെ മതഗ്രന്ഥത്തെക്കുറിച്ച് ഞാൻ ഭഗവത്ഗീതയെ വിമർശിക്കാൻ പാടില്ല. ശരിക്കും എനിക്ക് അഭിപ്രായം ഉണ്ടാകാം, എനിക്ക് ഖുറാനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാകാം, എനിക്ക് വ്യക്തിപരം. പക്ഷേ അത് പൊതുസമൂഹത്തിൽ ഞാൻ എഴുതുകയോ പറയുകയോ ചെയ്യാൻ പാടില്ല. അത് അവരെ ഭയങ്കരമായി വേദനിപ്പിക്കും, സമൂഹത്തിൽ വലിയ ചേർതിലുണ്ടാക്കും. അപ്പം അതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അതിന് കൈവിട്ടുകയാണോ ചെയ്യേണ്ടത്? നിയമ നടപടി സ്വീകരിക്കാൻ പറ്റില്ലേ? ഈ രാജ്യത്ത് നിയമമില്ലേ? ഈ BJPയിലേക്ക് വന്നു, ഇനി ഭാവി എങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ BJPക്ക് വേണ്ടി എന്തൊക്കെ, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല, BJPയുടെ ഭാഗമാണ് ഇപ്പോൾ. അപ്പോൾ BJPയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവസാനമായിട്ടൊരു ഈ ചോദ്യം? BJP ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഒരു തൊട്ടുകൂടായ്മ BJPക്ക് നേരെ, ഒരു അപ്രഖ്യാപിത വിലക്ക് BJPക്ക് നേരെ കേരള സംസ്ഥാനത്ത് പലയിടത്തുമുണ്ട് ഇപ്പോഴും. ആ വിലക്ക് മാറ്റിയെടുക്കുക. അത് PC ജോർജിൻ്റെ വരവോടുകൂടി ഒരു പരിധിവരെ അതിനൊരു വലിയ വ്യത്യാസം ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസം തന്നെ ഭയങ്കരമായ എഫക്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വർഗീയത പ്രചരിപ്പിക്കാനൊക്കെ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ജനം അതിനപ്പുറത്ത് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് മധ്യ കേരളത്തിൽ നിന്നും, എൻ്റെ മേഖല ഇതാണല്ലോ, നമ്മൾ കാസർഗോഡോ കണ്ണൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരം കൊല്ലോ പോലെയല്ല, നമ്മൾ മധ്യ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മേഖലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കൂടുതൽ ആളുകളെ, പ്രത്യേകിച്ചും കർഷകരെ ഈ പാർട്ടിയുടെ ഭാഗമാക്കി ഐത്തമുണ്ടെന്ന് പറയുന്ന മേഖലയിൽ ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അത് ഉടൻ തന്നെ ബോധ്യപ്പെടും. അതെ, പിന്നെ കർഷക മേഖലയുമായിട്ടുള്ള കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇടയ്ക്ക് ഒരു ആരോപണം ഉണ്ടായിരുന്നു, മറ്റേ ഒരു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ വരെ ഇടയ്ക്കെപ്പോഴോ ഒരാൾ വന്ന് വണ്ടിയിൽ ഇടിച്ചു മറിഞ്ഞു പോയതിന് അയ്യോ അത് ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ എതിർ സ്ഥാനാർത്ഥിയുടെ വാഹനം ഇങ്ങനെ കടന്നു പോന്നു. അപ്പോൾ ഇവരുടെ വാഹനം എല്ലാം അങ്ങ് പോയി. അപ്പോൾ ഞാനിങ്ങനെ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുക, ഒരു വളവ് തിരിഞ്ഞൊരു കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡ്രൈവർ, എൻ്റെ കൂടെ 2 പേരുണ്ട്. ഞാൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രധാന പരിപാടികൾക്ക് പോവാണ്. ഒരു വണ്ടി, ഒരു ബൈക്ക് ഇങ്ങനെ അതി സ്പീഡിൽ ഇറങ്ങി ഇങ്ങനെ വരുന്നു.
ഞാൻ പറഞ്ഞു ഇടിക്ക് മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ വെട്ടിച്ച് മാറ്റി എൻ്റെ ബാക്കിൽ വന്ന് തട്ടിയിട്ട് ഒരു വലിയ കുഴിയിലോട്ട് പോയി വരും. ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞ വണ്ടി ചാടി. എനിക്ക് അപ്പം ഇവർ CPM പ്രവർത്തകരാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ ചാടി ഇറങ്ങി, ഇയാളെ ആ കുഴിയിലിറങ്ങി. എനിക്കും സമയം പോയായിരുന്നു, എങ്കിൽ പോലും ഒരു ആക്സിഡൻറ്റ് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അയാളെ കുഴിയിലിറക്കി, അയാളെ വലിച്ച് ചുവന്ന് മുകളിൽ കയറ്റി ഓട്ടോറിക്ഷ പുറകെ വീണ്ടും ഒരു ഓട്ടോറിക്ഷ വന്നു, ഇവരുടെ തന്നെ പാർട്ടിക്കാർ. ഞാൻ പറഞ്ഞു കൊണ്ടുക്കോളാമെന്ന് ചോദിച്ചു. കൊണ്ടുക്കോളാം, ഒരു കുഴപ്പമില്ല ഏട്ടാ, ഞങ്ങൾ കൊണ്ടുക്കോളാം, നന്ദി. അവർ നമ്മളോട് നന്ദിയും പറഞ്ഞിട്ട് പോയി. ഇവർ ഇവരുടെ വഴിക്ക് പോയി. എൻ്റെ വണ്ടിയുടെ ബാക്കിലെ ബമ്പറിലൊരു പോർച്ച്, ഒരാളെ ഇടിച്ച് വീഴിക്കുന്നത് ബാക്ക് ബമ്പർ കൊണ്ടല്ലോ. അപ്പോൾ ആ പാടുണ്ടായിരുന്നു, നന്നായി. എന്താണെങ്കിലും ഈ വാഹന വ്യൂഹത്തിന് നേരെ വാഹനം ഇടിച്ചു കയറ്റി പ്രവർത്തകരെ പരിക്കുന്നതിന് ബഹളമായി, പ്രശ്നമായി. പക്ഷെ പോലീസിനും നാട്ടുകാർക്കും ജനത്തിനും അപ്പോൾ അന്ന് തന്നെ ബോധ്യപ്പെട്ടു. കാരണം ആ വാഹനം പരിശോധിച്ചപ്പോൾ എവിടെയാണ് ഇടിച്ചതെന്നുള്ള വ്യക്തമായി. പിന്നെ ആ നാട്ടുകാർക്കും കൃത്യമായി, അവിടെ കണ്ടുകൊണ്ട് ഇപ്പോൾ ആളുകളുണ്ട്, അവർക്കും കൃത്യമായ കാര്യങ്ങൾ അറിയായിരുന്നു. ഇവരുടെ സ്ഥിരം ഗിമ്മിക്സുകളിൽ പെടുന്ന CPM അല്ലേ. ഈ ഇടയ്ക്ക് ഇവിടെ ലൈസൻസ് ഉള്ള തോക്കുണ്ട്, അതുമായിട്ട് ഞാൻ വേണമെങ്കിൽ ഞാൻ പോകുന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നൊരു ഒരു പ്രശ്നമുള്ളൊരു സമയത്ത് അപ്പോൾ അമ്മ ഒരു എന്നാ പറയുന്നത്, ഒരു പാവം വീട്ടമ്മയാണ്. നമുക്കിവിടെ ഒരു തയ്യൽക്കട ഉണ്ട്, ചെറിയ ബൂട്ടിക്കുണ്ട്. അത് പപ്പ, ഇപ്പം എൻ്റെ മക്കൾ, ഇതാണ് അമ്മയുടെ ലോകം. അപ്പോൾ അമ്മയുടെ ലോകത്ത് കയറി ആരോ മാന്തിയപ്പോൾ അമ്മയ്ക്കുണ്ടായ വികാരങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ലൈസൻസ് ഉള്ളത് നോക്കണമെന്ന്, പപ്പയുടെ പേരിലുള്ള ലൈസൻസ് അല്ലെങ്കിൽ എൻ്റെ പേരിലുള്ള ലൈസൻസും വെച്ചുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ വെക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അമ്മയുടെ യഥാർത്ഥ ആദ്യം കൊന്തയാണ്. അതാണ് അമ്മയുടെ ഒറിജിനൽ. അമ്മയുടെ ലൈസൻസ് ഉള്ള, ഞങ്ങൾക്ക് ലൈസൻസ് ഉള്ള ആയുധം തോക്കാണെങ്കിൽ അമ്മയ്ക്ക് ലൈസൻസ് ഉള്ള ആയുധം കൊന്തയാണ്. അപ്പോൾ ഭാവിയിലെ രാഷ്ട്രീയ ജീവിതത്തിന് ഇനി അങ്ങോട്ടുള്ള നേട്ടങ്ങൾക്ക്, കർഷകർക്കൊപ്പമുള്ള ആ ഒരു പ്രവർത്തനത്തിന് എല്ലാത്തിനും വിജയാശംസകൾ നേരുന്നു. നമസ്കാരം. താങ്ക് യു.